സിനിമയെ വരുതിയിൽ നിർത്തിയ സിൽക്ക്, സിനിമയുടെ കണ്ണഴകും ഉടലഴകും. ആരായിരുന്നു സിൽക്ക് സ്മിത എന്ന് ചോദിച്ചാൽ, ഒരു തലമുറയാകെ ശരീരമെന്ന മഹാത്ഭുതത്തിലൂടെ വിസ്മയിപ്പിച്ച അഭിനേത്രി എന്ന് ഒറ്റവാക്കിൽ പറയാം. കണ്ണുകൾ കൊണ്ടും ശരീരചലനങ്ങൾ കൊണ്ടും ഉടലിളക്കത്തിൻ്റെ വിസ്മയജാലം കൊണ്ടും അനന്തതയുടെ ആകാശത്തേക്ക് യാത്ര കൊണ്ടുപോയ ഒരേ ഒരു സിൽക്ക്. വേർപാടിൻ്റെ 29 വർഷങ്ങൾ പിന്നിടുമ്പോഴും സിൽക്ക് സ്മിത എന്നത് തെന്നിന്ത്യയുടെ തീരാ നോവായി ഇന്നും മാറുന്നു. വിജയലക്ഷ്മി എന്നായിരുന്നു സിൽക്കിൻ്റെ ആദ്യ പേര്. 1960 ഡിസംബർ 2 വിജയലക്ഷ്മിയുടെ ജനനം. ആന്ധ്രാപ്രദേശിലെ ഏലൂരുവിലെ ദണ്ടുലുരു മണ്ടിലെ കോവലി ഗ്രാമത്തിൽ രാമല്ലുവിൻ്റെയും സരസമ്മയുടെയും മകളായി ഒരു തെലുങ്ക് കുടുംബത്തിലാണ് സ്മിത ജനിച്ചത്. കുട്ടിക്കാലം മുതലേ അഭിനയമോഹമുണ്ടായിരുന്നു വിജയലക്ഷ്മിക്ക്. മകളെ ഒരു താരമായി കാണാൻ അമ്മയും ആഗ്രഹിച്ചു. 4ാം ക്ലാസ്സിൽ പഠിത്തം നിർത്തി. അന്ന് 9 വയസ്സുണ്ടായിരുന്നു സ്മിതയ്ക്ക്. സിനിമയിൽ അഭിനയിക്കുക എന്ന ലക്ഷ്യവുമായി സ്വന്തം അമ്മായിയുടെ കൂടെ തെന്നിന്ത്യൻ സിനിമയുടെ ഈറ്റില്ലമായ ചെന്നൈയിലേക്ക് താമസം മാറുകയായിരുന്നു സിൽക്ക് എന്ന വിജയലക്ഷ്മി. മലയാളം സംവിധായകൻ ആൻ്റണി ഈസ്റ്റ്മാൻ തൻ്റെ ഇണയെ തേടി എന്ന ചിത്രത്തിൽ നായികവേഷം നൽകി. ആൻ്റണി അവൾക്ക് സ്മിത എന്ന പേരും നൽകി. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ സിനിമകൾ കൂടാതെ ചില ബോളിവുഡ് സിനിമകളിലുമായി വേഷമിട്ടു വിജയലക്ഷ്മി സ്മിതയായി. തമിഴിലെ ആദ്യ ചിത്രമായ വണ്ടിച്ചക്രത്തിൽ സിൽക്ക് എന്ന ഒരു ബാർ ഡാൻസറുടെ വേഷമായിരുന്നു സ്മിതയ്ക്ക്. അതിനുശേഷമാണ് സ്മിത സിൽക്ക് സ്മിത എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത്. സിലിക്ക് 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 എന്ന സിനിമയിലെ അഭിനയവും കൂടി ആയപ്പോൾ സ്മിതയ്ക്ക് സിൽക്ക് എന്ന പേര് ഉറച്ചു. 3ാം പിറ എന്ന സിനിമയിലെ ധീരമായ വേഷവും നൃത്തവും സിൽക്കിനെ പ്രശസ്തിയിലേക്ക് ഉയർത്തി. തുടർന്നുള്ള 15 വർഷത്തോളം സിൽക്ക് തെന്നിന്ത്യൻ മസാല പടങ്ങളിൽ അഭിനയിച്ചു. അക്കാലത്ത് സിൽക്കിൻ്റെ അത്ര പ്രശസ്തിയുള്ള മറ്റൊരു മാദക നടിയും ദക്ഷിണേന്ത്യയിൽ ഉണ്ടായിരുന്നില്ല. തൻ്റെ അഭിനയ ജീവിതത്തിൽ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളിലായി ഏകദേശം 450-ലധികം ചിത്രങ്ങളിൽ അവർ അഭിനയിച്ചു. വശ്യതയാർന്ന കണ്ണുകളായിരുന്നു സിൽക്ക് സ്മിതയുടെ പ്രത്യേകത. ആ കണ്ണുകൾ കൊണ്ടവൾ ആൺകിനാവുകളിലേക്ക് അതിവേഗം നടന്നു കയറി. അഭിലാഷയും ഡിസ്കോ ശാന്തിയും അടക്കമുള്ള പ്രമുഖർ മാദകവേഷങ്ങളിലൂടെ സ്മിതയ്ക്ക് വെല്ലുവിളി ഉയർത്താൻ ശ്രമിച്ചെങ്കിലും അതൊന്നും നടന്നില്ല. സ്മിതയുടെ ഇരിപ്പിടം അവൾക്ക് ഭദ്രമായിരുന്നു. ഒരു കാലത്ത് സ്മിതയുടെ ഡേറ്റിനു വേണ്ടി നിർമ്മാതാക്കളും സംവിധായകരും പരക്കം പാഞ്ഞു. ചെന്നൈയിൽ സ്മിതയുടെ അപ്പാർട്ട്മെൻറ്റിന് മുന്നിൽ അവർ ക്യൂ നിന്നു. കണ്ണഴകും മെയ്യഴകും കൊണ്ട് ഇന്ത്യൻ സിനിമയെ സ്മിത വർഷങ്ങളോളം തൻ്റെ വരുതിയിൽ നിർത്തി. അടുത്ത വരിശ്, ശിവപ്പ് സൂര്യൻ, തായ് വീട്, തമ്പാദികൾ, നിഴൽ മൂടിയ നിറങ്ങൾ, പ്ലേ ഗേൾസ്, ലയനം തുടങ്ങി എത്രയെത്ര സിനിമകൾ. സ്മിതയുടെ അഭിനയ ചാതുര്യവും ലയന ഭാഷയും ഒരേപോലെ ഉപയോഗിച്ച സിനിമയായിരുന്നു മോഹൻലാൽ നായകനായ സ്ഫടികം. സ്ഫടികത്തിലെ നായികാതുല്യമായ സ്മിതയുടെ കഥാപാത്രം ചിത്രത്തിൻ്റെ വിജയത്തിൻ്റെ പ്രധാന ഘടകമായിരുന്നു. ഐറ്റം ഡാൻസറായും സ്വഭാവവേഷത്തിലൂടെയും ഒതുങ്ങി നിന്ന സ്മിതയെ ശ്രദ്ധേയമായ കഥാപാത്രത്തിലൂടെ ഭദ്രൻ മലയാളികൾക്ക് മുന്നിൽ എത്തിച്ചു. സ്മിത എന്ന അഭിനേത്രിയെ തൊട്ടറിഞ്ഞ സംവിധായകർ മുഖ്യ കഥാപാത്രങ്ങൾക്കൊപ്പം അവൾക്കും അവളുടേതായ ഇരിപ്പിടം ഒരുക്കി. 1996 പുറത്തിറങ്ങിയ കന്നഡ ചിത്രമായ സമയക്കൊണ്ടു സുല്ലുവാണ് സ്മിതയുടെ അവസാന ചിത്രം. 1996 സെപ്റ്റംബർ 23 ചെന്നൈയിലെ ഒരു അപ്പാർട്ട്മെൻറ്റിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ അവരെ കണ്ടെത്തി. അന്ന് അവൾക്ക് 35 വയസ്സായിരുന്നു. മരണത്തെക്കുറിച്ച് ഏറെ ദുരൂഹതകൾ ഉയർന്നെങ്കിലും കാരണങ്ങളെക്കുറിച്ച് ഇപ്പോഴും വ്യക്തമായ ഉത്തരം കിട്ടിയിട്ടില്ല. കൊലപാതകം എന്ന രീതിയിൽ പോലും വാർത്തകൾ പ്രചരിച്ചു. അന്നത്തെ മാധ്യമങ്ങളിൽ അത്തരത്തിലായിരുന്നു വാർത്തകൾ നിറഞ്ഞത്. ഇപ്പോഴും സ്മിത ഒരു സമസ്യയായി തന്നെ മാറുന്നു.
സിൽക്ക് സ്മിതയുടെ ജീവിതത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് 2011 പുറത്തിറങ്ങിയ ചിത്രമാണ് ഡേർട്ടി പിക്ചർ. മലയാളത്തിൽ പുറത്തിറങ്ങിയ ക്ലൈമാക്സ് എന്ന ചിത്രവും സിൽക്കിൻ്റെ ജീവിതത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് നിർമ്മിച്ചതാണ്. അതായത് മരിച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടും സിൽക്ക് സ്മിത സിനിമയെന്ന പേരിൻ്റെ സാധ്യതയ്ക്ക് പിന്നാലെ സിനിമാ ലോകം പായുന്നു. എന്തായാലും കാലമേറെ പിന്നിടുമ്പോഴും എല്ലാ ചോദ്യങ്ങൾക്കും ഒരു ഉത്തരം മാത്രം: സ്മിതയ്ക്കു പകരം സ്മിത മാത്രം.